ഹീറോയുടെ ബോസ്. ഹീറോ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഹീറോ ജോലിയായിട്ട്, അതായത് ഓഫീസൊക്കെ പോകാൻ ജോലിയായിട്ട് ഓടി പോകാമായിരുന്നു ഹീറോയി. അതെ, ഹീറോയി കമ്പനിക്ക് അങ്ങനെയായിട്ട് ഹീറോ ജോലിയായിട്ട് ജിന്നാണ് കമ്പനിയുടെ CEO ബോസ്. അങ്ങനെ ഹീറോ കമ്പനി ഗുഡ് ഓടി പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോ അപ്പോൾ എത്തി. ബോസ് തരി പറയുമല്ലോ എന്ന് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ലേട്ടായി ഇതെല്ലാം കാണുന്ന ഈ അമ്മയാണ്. ഈ അമ്മേനോട് പറഞ്ഞൊക്കെ വരവട്ടം കേട്ടിട്ടില്ല. അങ്ങനെയായിട്ട് ഹീറോയ് ഗുഡ് ഓടിപ്പോയി കമ്പനിയിൽ. അങ്ങനെ അവിടെ ജിന്ന് കൈ കെട്ടി ഹീറോയിനെ നോക്കി മുറിക്കായിരുന്നു. സോറി സാർ, ലേറ്റായി. എന്താ ഇവിടെ നടത്ത ഇത്ര ലേറ്റായി? എന്താ സാർ, വീട്ടിൽ ചെറിയൊരു പ്രശ്നം. മെയാ ഇത്ര ലേറ്റാക്കി എന്താ വന്നത് എന്ന് ജിൻ ഹീറോയിനെ മിരട്ടിയിരുന്നു. സോറി സാർ. ഹീറോയിൻ ഇരിക്കും. ഈ കമ്പനിയിൽ വന്നത് ഇത്ര 3 വർഷമായി. എന്താ പറഞ്ഞൊരു കാര്യമുണ്ട്? ബോയ് ഫ്രണ്ടും ഇല്ല, സിംഗിളാണ്. ഈ ബോസ് കാണാൻ ഭയങ്കര ഹാൻഡ്സം ഉണ്ട്. അതൊരു മാത്രമല്ല, അവരുടെ മാരേജായി ഡിവോഴ്സായി. ഇപ്പോൾ സിംഗിൾ ഡാഡാണ്. എന്താ ചെയ്യുക? ഹീറോയിൻ മനസ്സിലിരിക്കുക. ജനു കഴിഞ്ഞിട്ട് എന്താ എവിടെയൊക്കെ നിനക്ക്? സോറി സാർ. ശരി, ഓക്കെ, ഇങ്ങോട്ട് വാ എന്നാ ജിന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. ജിന്ന് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ വെച്ച് പറഞ്ഞ ഒരു ആഡ്, ഇങ്ങനെ ആഡ് പിന്നെ കാർട്ടൂൺസ് എല്ലാ ഡബ്ബിങ്സ് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഗെയിംസ്, കാർട്ടൂൺ, സ്റ്റോറീസ് എല്ലാം കൊടുക്കുന്ന വലിയൊരു കമ്പനിയാണ്. അത് CEO ആണ് ജെൻ. അദ്ദേഹത്തിൽ ജെന്നിക്ക് നിറയെ ബിസിനസ് ഉണ്ട്. അദ്ദേഹത്തിൽ ടോപ്പ് 1 ബിസിനസ് മാൻ ജെന്നാണ്. അങ്ങനെ വേൾഡ് വൈഡ് ആൻസം അതിൻ്റെ ഒരു പട്ടം ജെന്നെ കൊണ്ട്. ജെന്ന് പറയാൻ തുടങ്ങി, എല്ലാ കമ്പനി നേരെ നോക്കിക്കോ. ബോസ്. ശരി, ഓക്കെ, ഞാൻ പ്രോജക്റ്റ് ആണ് ചെയ്തോ. തിരു മുറിക്കായിരുന്നു ഹീറോയിൻ. ജെന്ന് മിരട്ട് വേഗം ചെയ്തു സാർ. അയ്യോ, പാതി ചെയ്യണുള്ളതല്ലോ, ഇപ്പം എന്താ ചെയ്യാൻ? എന്നാലും ഏതെന്നുള്ള ബോസ്. പ്ലീസ് ബോസ്, 2 മിനിറ്റ്സ് സാർ, പ്ലീസ് ബോസ് എന്ന് പറഞ്ഞു. ജെന്നോട്ട് എന്താ? സോറി സാർ, പാതി മാത്രമേ എഴുതുന്നുണ്ട് സാർ എന്ന് ജിന്ന് മുറിക്കായിരുന്നു. വേഗം എഴുതിക്കോ. ഇപ്പോൾ കാണ്ട് ഇപ്പോൾ 9 മണിയായി. കാണ്ട് വരുമ്പോൾ 11 മണിയാവും. അതാകുമ്പോൾ നീ എഴുതിയിട്ടാവും, മനസ്സിലായോ? ഓക്കെ ബോസ്. അങ്ങനെ ഹീറോയിൻ വേഗം പോയിട്ട് എഴുതാൻ തുടങ്ങി. ജിന്ന് നോക്കായിരുന്നു ഹീറോയിനെ. ഹീറോയിൻ ഗുഡ് എഴുതിയിട്ട് മണി നോക്കും. മണി 10, 10:30. ബാസ് എന്താ? എഴുതി കഴിഞ്ഞു സാർ. ഓക്കെ ഫൈൻ. ഓക്കെ, ഇവിടെ എല്ലാം റെഡിയാക്കി പോയിട്ട് മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. എല്ലാവരും മീറ്റിംഗ് വന്നു. മീറ്റിങ്ങിൽ സംസാരിക്കാൻ പോകുന്നുണ്ട്. ബോസ് പറഞ്ഞു ഇപ്പോൾ CEO വരും. മണി 11 മണിയായി. CEO ജിൻ വന്നു. ജിൻ പറയാൻ തുടങ്ങി, ഓക്കെ, നമ്മളെ കമ്പനിയിൽ നമ്മൾ പ്രോഡക്റ്റ് എല്ലാവരും ഓർഗനൈസ്. അങ്ങനെ ഒരു ആക്ടർ ഭയങ്കര ഒരു ഹാൻസമാണ്. ജിന്നു ആട് കുറച്ചാണ്. ജിന്നു അതിനോട്ട് ഹാൻസമാണ്. അങ്ങനെ ആ ബോയ് വല്ല ഓവറാക്കായിരുന്നു. ജിന്നിക്ക് ടെൻഷനാകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ആഡ് എടുക്കാനായിരുന്നു. അങ്ങനെ അതൊക്കെ ആക്ടിങ് ചെയ്യുന്ന ഒരു ഗേൾ വന്നില്ലായിരുന്നു. അങ്ങനെ ഹീറോയിന് മിയാനെ കണ്ടിട്ട് മിയാനോട് പറഞ്ഞു, എൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. അതൊരു ഡ്രിങ്ക്സാണ്. ആ ഡ്രിങ്ക്സിന് കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കുടിച്ച ഇത് മതി. അത് 2 ഡ്രിങ്ക്സ്, അത് 2 പേർക്കും കൊടുത്തു. ഇഷ്ടം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ 2 പേരെ കുറച്ച് ഫേമസ് ആകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ആ പെണ്ണ് വന്നിട്ട് ആ പെണ്ണിന് പകരം ഹീറോയിൻ ചെയ്ത്. പിന്നെ ഹീറോയിൻ്റെ വീട്ടിലൊക്കെ എല്ലാം അറിഞ്ഞ് വായിക്ക് പറയാൻ തുടങ്ങി. സോറി മോം, അതിൽ ഒരു ഗേൾ വന്നില്ല. അങ്ങനെയായിട്ടൊന്നും ആ ബോയ് ഹീറോയിൻ്റെ ഇടയ്ക്ക് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ ജിന്ന് ശ്രദ്ധിക്കുമായിരുന്നു. ശരി, ഓക്കെ എന്ന് ജിന്ന് കണ്ടേക്കാതിരിക്കാൻ തുടങ്ങിയായിരുന്നു. എല്ലാ പാർട്ടിയായിരുന്നു. ഹീറോ കുടിച്ചായിരുന്നു. 2 പേരും നല്ല ബോധമായി കുടിച്ചായിരുന്നു. അങ്ങനെയായിട്ട് 2 പേർക്കും എല്ലാം നടന്നു. അങ്ങനെ ഹീറോ രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഷോക്കായി എണിച്ച് നോക്കുമ്പോൾ പിന്നെ ജിന്ന് ഓൾറെഡി എണിച്ച്. ഹീറോ എണിച്ച് കണ്ട് ജിന്നും എണിച്ച്. 2 പേര് ഡ്രസ്സും ഇല്ലാതെ കണ്ട് ഷോക്കായി 2 പേര്. ബോസ് എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ സോറി എന്ന് പറഞ്ഞു. സോറി അസ്ഥിരനായിരുന്നു, സാറില്ല എന്നെ ഹീറോയിൻ കണ്ട് കഥയില്ല. പ്രശ്നമില്ല, ജിൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം എന്ന്. വേണ്ട സാർ, അത് ഒരു പ്രശ്നമില്ല എന്ന് ഹീറോയിൻ നോക്കായിരുന്നു. ഹീറോയിൻ ഒരു ദിവസം ഇങ്ങനെ കാപ്പിനിൽ ജിന്ന് പറയുന്നത് സംസാരിക്കായിരുന്നു. ഹീറോയിൻ ബുത്തുന്ന് മയങ്ങി വീണു. ജിന്നുക്ക് ഷോക്കായിരുന്നു. മിയ എന്ത് പറ്റി? ഞാൻ ഹോസ്പിറ്റലിൽ ജിന്ന് എടുത്തോണ്ട് ഹോസ്പിറ്റലൊക്കെ സെക്രട്ടറി വിളിച്ച്. അതിനായിട്ട് ജിന്ന് പറഞ്ഞു, ഞാൻ എടുത്തോണ്ട് പോകും, സെക്യൂരിറ്റി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കും. ഡോക്ടർ പറഞ്ഞു, നിങ്ങളാണ് ഹസ്ബൻഡ് അഡ്മിറ്റാണ്. ജിന്നുക്ക് ഷോക്കായിരുന്നു. അത് ഹീറോയി കണ്ടു. ഹീറോയിനോട് ചെന്ന് ഹീറോയി ഷോക്കായി. സാർ, ഞാൻ പ്രഗ്നൻ്റാണോ? ജിന്നിട്ട് അത് നീ പ്രഗ്നൻ്റാണോ സാർ? ഞാൻ ടാബ്ലറ്റ് കഴിച്ചിരുന്നു സാർ
എന്നെ പ്രഗ്നൻ്റ് അങ്ങനെ ഹീറോയിൻ ഷോക്കായി കേട്ടായിരുന്നു. ജിന്ന് പറഞ്ഞായിരുന്നു ടാബ്ലറ്റ് കഴിച്ചായിരുന്നു. അതെ സാർ. എന്നിട്ട് എത്ര ടാബ്ലറ്റ്? ഒരു ടാബ്ലറ്റ് കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞ് ബാഗ് നോക്കുമ്പോൾ ടാബ്ലറ്റ് അങ്ങനെ ഇന്നുണ്ട്. ടാബ്ലറ്റ് കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഹീറോ ഓർക്കുമ്പോൾ ബാസ് ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ മറന്നുപോയി എന്ന് ജിന്നോട് പറഞ്ഞു. ജിന്ന് ഷോക്കായിരുന്നു. നീ കഴിച്ചായിരുന്നു ഓർത്തതാ സാർ എങ്ങനെ പറഞ്ഞു. ഇപ്പം എന്താ ചെയ്യാൻ സാർ? ബേബി അബോട്ട് ചെയ്യണം സാർ. നിങ്ങൾക്ക് പ്രശ്നമില്ല. ബേബി അബോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം സാർ. എല്ലാം വീട്ടിലറിഞ്ഞ പ്രശ്നമാവും. അതൊക്കെ ജിന്നു പറഞ്ഞു. അവർ രണ്ടാളും മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായി. സാർ ഇറ്റ്സ് ഓക്കെ മാരേജ് കഴിക്കുക. ജിന്ന് വന്ന് ഹീറോയിൻ്റെ മമ്മിയോട് പറഞ്ഞായിരുന്നു ഹീറോയ്ക്ക് മമ്മി മാത്രമേ ഉള്ളത്, അത് വീട്ടിലുള്ളവർ കുറച്ച് പ്രശ്നമായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞു. പെണ്ണിട്ടാണ് ഓക്കെ എന്ന് രണ്ടുപേർക്ക് മാരേജ് ചെയ്തു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയിൻ അങ്ങനെ രണ്ടുപേർക്ക് മാരേജ് നടന്നു. ഹീറോയിൻ വീട്ടിലാണ്. ജിന്ന് പറഞ്ഞു ഹീറോയിന് കെയറിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിന് നന്നായിട്ട് കെയറിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഒരു സീനിയർ ഒരു ബോയ് ഉണ്ടായിരുന്നു. അത് ഹീറോയിന് ഭയങ്കര കണ്ണായിരുന്നു. പിന്നെ എല്ലാവർക്കും പിന്നെ ഹീറോയിൻ ജെൻ പറഞ്ഞത് ഈസ് മൈ വൈഫ്. ആ സീനിയർ പറഞ്ഞ വേറെ ഒരു കമ്പനിയാണ്. രണ്ടുപേരും ക്യാൻ മീറ്റിങ്ങിൽ വന്നായിരുന്നു. ആ കമ്പനീനോർ വന്ന് കമ്പനിയിൽ ജിന്ന് കമ്പനി വലിയ കമ്പനിയാണ്. അങ്ങനെ അവർ പ്രോജക്റ്റ് കിട്ടാൻ ഇപ്പോൾ ഓടാൻ പറ്റും സംസാരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഹീറോയിൻ്റെ പ്രോജക്റ്റ് അത് ഇത് പറയായിരുന്നു. അങ്ങനെ ആ സീനിയർക്ക് ഹീറോയിൻ കണ്ണായിരുന്നു. സീനിയർക്ക് കുറവ് കേട്ടായിരുന്നു. എന്താ ഇവിടെ എനിക്ക് സ്വന്തം അക്കൗണ്ട് കളവെന്ന് പറയുന്നത് അവൻ്റെ ഫ്രണ്ട്സുകൾ ചുമ്മാ പറയുന്നത് പറഞ്ഞ് നമ്പിയിട്ട് അവൻ ഹീറോയി കുടിക്കുന്ന ഡ്രിഞ്ചിൽ നമുക്ക് ടാബ്ലറ്റ് കളിക്കും. ഇത് ജിന്ന് അവിടെ ഇരുന്ന് നോക്കിയായിരുന്നു ശ്രദ്ധിച്ചതിന്. ആ ഹീറോയിനെ ജിന്നക്ക് ടെൻഷനായി. അങ്ങനെ ഹീറോയിൻ കുടിച്ച ഒരുമാതിരി ഇങ്ങനെ ഹീറോ വന്ന് അവനെ അടിച്ചു. അങ്ങനെ ഹീറോയിനെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഹീറോയ്ക്ക് വീണ്ടും എല്ലാം നടന്നു. അങ്ങനെ ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോൻ്റെ വീട്ടിലാണുള്ളത്, ജിന്ന് വീട്ടിൽ. ഞങ്ങൾ വീട്ടിലേക്ക് എപ്പോൾ വന്നാൽ ജിന്നും ഹീറോയിനെ നോക്കി മുറയ്ക്കാൻ തുടങ്ങിയെന്ന് അത് എന്ന് പറയായിരുന്നു. ജിന്ന് വേഗം ഹീറോയിനെ എന്ത് നടന്നതാ. ആ ജിന്ന് ഹീറോയിന് വീണ്ടും റൊമാൻസ് എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ ഹീറോയിൻ ഷോക്കായി കേൾക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ജിന്ന് ഇപ്പം ഹീറോയിൻ അങ്ങനെ ജിൻ പറഞ്ഞു അങ്ങനെ ഹീറോയിൻ ബേബി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതെ, പഠിക്കാൻ പറഞ്ഞ ഫോറിനിലടച്ചായിരുന്നു. ബേബി അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് കൂടി അങ്ങനെ കുറിയൊക്കെ വന്നു. ഡാഡ് എന്ന് ഓടി വന്നു. എൻ്റെ ഡാഡ് മമ്മി എവിടെ എന്ന് പറഞ്ഞ് കൂടി ഓടി വന്നു. ആ ബേബിയോട് പറഞ്ഞു എൻ്റെ മമ്മി വരും എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇപ്പം ബേബിക്ക് പറഞ്ഞു മമ്മി ഉണ്ട് എന്നിട്ട് അങ്ങനെ ഹീറോയിനെ പക്ഷെ ഹക്ക് ചെയ്ത്. ഹീറോയ്ക്ക് ബേബീസ് എന്നാൽ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ സ്വന്തം ബേബി പോലെ കെയറിങ് ചെയ്ത് ഹക്ക് ചെയ്ത്. എന്തടാ വന്നു മമ്മി.